السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضا الله تعالى. أما بعد. പ്രിയപ്പെട്ട ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന കാരണവന്മാർ, ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ, സുന്നി യുവജന സംഘത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധമായി നമ്മൾ ഉയർത്തുന്ന പ്രമേയത്തെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിലും ഉദ്ഘാടനത്തിലും നമ്മൾ കേട്ടു കഴിഞ്ഞു. പുതിയ കാലഘട്ടങ്ങളിൽ അവകാശങ്ങളെക്കുറിച്ച് മാത്രം കേട്ടു തഴമ്പിച്ച ഒരു ഗ്രാമങ്ങളാണ്, ഒരു ജനങ്ങളാണ് നമ്മൾ. ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ബോധമുള്ളവരാകുമ്പോൾ നമ്മെപ്പോലെ മറ്റുള്ളവരും ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധമുള്ളവരാകുമ്പോൾ ഇവിടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാക്കുകയില്ല. അതുകൊണ്ടാണ് SYS ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ ഈ വലിയ ലോകം എന്നവർ ചെറിയ ഒരു സൂത്രം ഞാൻ പറഞ്ഞു തരാം. അവനവൻ നന്നാവുക, സ്വയം നന്നാവുക, സ്വയം നന്നാവുക എന്നത്. അഥവാ എൻ്റെ ഉത്തരവാദിത്തം ഏതെന്ന് തിരിച്ചറിഞ്ഞ് സ്വയം ആ ഉത്തരവാദിത്തങ്ങളുടെ മുഴുവൻ വശങ്ങളെയും മനസ്സിലാക്കി നിർവഹിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടും, ഈ നാടിൻ്റെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടും, ഈ നാട് നമ്മോടൊപ്പം വളർന്നു വരും. അതുകൊണ്ടാണ് മനുഷ്യപ്പറ്റിൻ്റെ ഭാഷ, മനുഷ്യപ്പറ്റിൻ്റെ സ്വഭാവം ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമായിരിക്കുക എന്ന് SYS ഓർമ്മപ്പെടുത്താനുണ്ടായ കാരണം. ഇവിടെ ഉത്തരവാദിത്തങ്ങളെ നമുക്ക് 3-4 ഘട്ടങ്ങളായി തിരിക്കാം. ഒന്ന്, അവനവനോടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അഥവാ സ്വന്തം ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു തന്ന ഈ ശരീരം രോഗാതുരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി മനുഷ്യന്റെ മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും സംരക്ഷിക്കുകയും അവനെയും അവൻ്റെ ആശ്രിത ജനങ്ങളുടെയും സ്വസ്ഥമായ ജീവിതം സ്വപ്നം കാണുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ബാധ്യതയായി, ഉത്തരവാദിത്തമായി മാറുന്നത്. ഇവിടെ അള്ളാഹുവിനോടുള്ള ബാധ്യതയുണ്ട്, നാട്ടുകാരോടുള്ള ബാധ്യതയുണ്ട്, സ്വന്തം ശരീരത്തോടുള്ളൊരു ബാധ്യതയുണ്ട്. നമുക്കറിയാം, പുതിയ കാലത്ത് രോഗങ്ങളില്ലാത്തവർ കുറവാണ്. മനുഷ്യന്റെ വിശ്രമങ്ങൾ, മനുഷ്യന്റെ ഭക്ഷണക്രമങ്ങൾ, ഉറക്കം, ഇങ്ങനെ മനുഷ്യന്റെ ബേസിക് ആവശ്യങ്ങളെല്ലാം അങ്ങേയറ്റം ഡിസോർഡർ ആവുകയും അങ്ങനെ നമ്മളെല്ലാവരും രോഗാതുരരായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അഥവാ ഒരു 30 വയസ്സ് പിന്നിട്ടാൽ അല്ലെങ്കിൽ 35 വയസ്സ് പിന്നിട്ടാൽ എല്ലാവരും ഡയബറ്റീസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിലകപ്പെട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അഥവാ ഈ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ഹബ്ബായി നമ്മുടെ കൊച്ചു കേരളം മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതക്രമങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു ക്രമരഹിതമായ സാഹചര്യങ്ങളാണ് നമ്മളെ രോഗിയാക്കുന്നത്. ആവശ്യമായ വ്യായാമങ്ങൾക്ക് പകരം, ആവശ്യമായ ജോലികൾക്ക് പകരം പരമാവധി വിശ്രമങ്ങൾ ജീവിതശൈലിയായി മാറുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ വിശ്രമപരമായ ജോലിയിൽ നാം അകപ്പെടുമ്പോഴുണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ തീർത്തും നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന ഉത്തരവാദിത്ത രാഹിത്യത്തിൻ്റെ കൃത്യമായ ചിത്രമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാനസികാരോഗ്യങ്ങൾ കേരളത്തിലെ ഏകദേശം 30% ജനങ്ങൾ, യുവജനങ്ങൾ വിവിധ മാനസിക രോഗങ്ങളിൽ അഥവാ ഡിപ്രഷൻ അടക്കമുള്ള വിവിധ മാനസിക രോഗങ്ങളുടെ അടിമകളാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ മനസ്സും ശരീരവും ആരോഗ്യമുള്ള ഒരു സമൂഹത്തിൽ മാത്രമാണ് ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുക.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈമാൻ കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നിഅമത്ത് അവന്റെ ആരോഗ്യമാണ്, ആഫിയത്ത്. ആ ആഫിയത്ത് സംരക്ഷിക്കാൻ, ആരോഗ്യം സംരക്ഷിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ക്രമരഹിതമായ ഉറക്ക് സംവിധാനങ്ങൾ, മൊബൈല്, സോഷ്യൽ മീഡിയയെല്ലാം നമ്മുടെ ഉറക്കിന് അങ്ങേയറ്റം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അല്ലെങ്കിൽ വൈകി കിടന്നുറങ്ങുക, വൈകി ഉണരുക എന്ന രീതിയിൽ നമ്മുടെയൊക്കെ ജീവിത ശൈലി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മെ മറക്കുമ്പോൾ രോഗം നമ്മുടെ കൂടെ പിറപ്പായി മാറുന്നുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, യൂറോപ്പിലേക്ക് ഇസ്ലാം കടന്നു വന്ന ഒരു സാഹചര്യമായിരുന്നു അത്. അന്ന് യൂറോപ്പിൽ നിന്ന് ഒരു ത്വബീബ്, ഒരു വിശഗ്വരൻ, ഒരു വൈദ്യൻ മദീനയിലെത്തിയ കഥകൾ പറയുന്നുണ്ട് ഇബ്നു കസീർ തന്റെ വിദായയിൽ. അഥവാ 6 മാസത്തോളം മദീനയിൽ നിന്നിട്ടും മദീനയിൽ ഒരു രോഗിയെയും കാണാത്തതിനാൽ, തൻ്റെ മുന്നിലേക്ക് ഒരു രോഗിയും എത്താത്തതിനാൽ തിരിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പരാതി പറയുന്നുണ്ട്, ഈ നാട്ടിലൊരു രോഗിയും ഇല്ലല്ലോ എന്ന്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഭക്ഷണ സമ്പ്രദായമുണ്ട്. അഥവാ 4 ഉള്ളിടത്ത് ആമാശയങ്ങളുടെ 4 അറകളിൽ ഒന്ന് മാത്രം ഭക്ഷിക്കുകയും ഒന്നിൽ വെള്ളം കുടിക്കുകയും ചെയ്യുന്ന സുന്ദരമായ ഒരു ഭക്ഷണ ക്രമീകരണം ഞങ്ങളെ പഠിപ്പിച്ചിട്ടാണ് ഞങ്ങളെ ഹബീബ് ഞങ്ങളിൽ നിന്ന് നടന്നുപോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ രോഗികൾ ഉണ്ടാവില്ല, ഡോക്ടർമാരെയും ആവശ്യമില്ല എന്ന്. 6 മാസത്തോളം മദീനയിൽ ഒരു രോഗിയുമില്ലാത്ത ചരിത്രം ആ കാലഘട്ടത്തിൽ പറയുമ്പോൾ, ഏറ്റവും കൂടുതൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്താക്കൾ വസിക്കുന്ന ഈ ഒരു മലബാറിലാണ് ഏറ്റവും കൂടുതൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉള്ളത് എന്ന് കണക്കുകൾ ഓർമ്മപ്പെടുത്തുമ്പോൾ, എന്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിന്റെ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രയെത്ര മനുഷ്യന്മാരാണ് സ്വന്തം പല്ലുകൊണ്ട് അവരവരുടെ ശവകുടീരം കുഴിക്കുന്നവർ എത്രയെത്ര മനുഷ്യന്മാരുണ്ട് എന്ന് മഹാന്മാർ നമ്മോട് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഭക്ഷണ സമ്പ്രദായം, അതുപോലെ തന്നെ അമിതമായ ഫാറ്റും അമിതമായ കാർബോഹൈഡ്രേറ്റുകളും അടങ്ങിയ ഭക്ഷണക്രമങ്ങൾ, വൈകി ഭക്ഷണം കഴിക്കുന്ന രീതിയുമൊക്കെ നമ്മുടെയൊക്കെ ജീവിത രീതികളിൽ ഒരു ജീവിത ശൈലിയായി വളർന്നു വരുമ്പോഴാണ് നമ്മളെല്ലാം സ്വന്തം ശരീരത്തോടുള്ള ഉത്തരവാദിത്വം മറന്ന് നമ്മളെല്ലാം രോഗികളായി മാറുന്നത്. അങ്ങനെ മാത്രമല്ല, പുതിയ കാലഘട്ടങ്ങളിൽ നിരന്തരം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിരിക്കണം. അഥവാ കാലങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രീതിയും നമ്മുടെയൊക്കെ സാങ്കേതിക പരിജ്ഞാനങ്ങളും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളുള്ളത്. നമ്മൾ ആ ഒരു പഴയ കാലഘട്ടത്തിലെ 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും അല്ലെങ്കിൽ പഠിച്ചതൊന്നും മറക്കില്ല, പുതിയതൊന്നും പഠിക്കുകയില്ല എന്ന ആ ഒരു പഴയ പ്രമാണത്തിന്റെ വാക്താക്കളായി മാറുമ്പോൾ, പുതിയ സമൂഹത്തിന്റെ മനസ്സിൽ നമ്മളെല്ലാം തന്തവൈബുകളായി മാത്രം മാറുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അപ്ഡേറ്റ് ആവാൻ നമ്മൾ ഒരുക്കമില്ലാത്തതിനാലാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്തമാണ് നിരന്തരം പഠിച്ചു കൊണ്ടിരിക്കുക എന്ന്. മതപരമായും ഭൗതികപരമായും സാമൂഹിക ക്രമങ്ങളെ വരച്ചെടുക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ഒരു ഉയിരിന്റെ ഉണ്മയേകുന്ന നല്ല ഒരു അപ്ഡേറ്റഡായ ഒരു സമൂഹം വളർന്നു വരാൻ വേണ്ടി നമ്മൾ നിരന്തരം, എത്ര വയസ്സായാലും നിരന്തരം പഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി മാറുമ്പോൾ നമ്മൾ നമ്മോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റപ്പെടുന്നു. അല്ലെങ്കിൽ മുമ്പ് നമ്മളെല്ലാം 5ാം ക്ലാസ്സിൽ നിന്നായിരുന്നു ഇംഗ്ലീഷിന്റെ ലെറ്റേഴ്സ് പഠിച്ചിരുന്നെങ്കിൽ, ഇന്ന് ഞാനൊക്കെ 5ാം ക്ലാസ്സിൽ നിന്ന് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പഠിച്ചെങ്കിൽ എൻ്റെ മകൻ LKG നിന്നും UKG നിന്നും 1ാം ക്ലാസ്സിൽ നിന്നും ഭംഗിയായി പഠിച്ചു വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമൂഹം വളരെ ഉന്നതിയിലേക്ക് മുന്നേറ്റം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. അപ്പോ ഞാൻ ആ ഒരു പഴയ മെത്തേഡിലൂടെ മാത്രം നടന്നു വരികയാണെങ്കിൽ എൻ്റെ മക്കളുടെ മുന്നിൽ ഞാനൊരു നിലവാരമില്ലാത്ത ഒരു വേസ്റ്റ് സാധനമായി മാത്രം മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി എനിക്കുള്ള ഒരു ഉത്തരവാദിത്തം, ആവശ്യാനുസരണം നന്നായി എത്ര പ്രായമായാലും ഒരു ദിവസം ഒരു പുതിയ പാഠമെങ്കിലും പഠിച്ചു കൊണ്ടിരിക്കാനുള്ള ഒരു പരിജ്ഞാനം നേടിയെടുക്കാനുള്ള ഒരു കഴിവ് എനിക്കും നിങ്ങൾക്കും ആർജിച്ചെടുക്കേണ്ടതുണ്ട്. അത് അങ്ങനെയാകുമ്പോൾ മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിന് മാത്രമാണ് ഇനി അടുത്ത ഒരു തലമുറയിൽ നിലനിൽപ്പുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്തമാണ്. ഇനി രണ്ടാമതായി നമുക്ക് സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖൈറുക്കും ഖൈറുൽ അഹ്ലി.
അഹ്ലിഹി ഖിയാറുക്കും ഖിയാറുൽ അഹ്ലിഹി ഖിയാറുക്കും ഖൈറുൽ അഹ്ലിഹി എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത റിവായത്തുകളിലെ നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റി അവരുടെ മനസ്സുകളിൽ സുന്ദരമായ ഇടം തേടിയവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യന്മാർ എന്ന് പറയുന്നു. അഥവാ ഞാൻ നല്ലവനാണോ എന്ന് എനിക്ക് മാർക്കിടേണ്ടത് സമൂഹമല്ല, സൊസൈറ്റിയല്ല, എൻ്റെ വീട്ടുകാരാണ് എന്നർത്ഥം. അഥവാ ഞാൻ ആരാണ് എന്ന് ഞാൻ സമൂഹത്തിൽ ഞാൻ ഹീറോ പരിവേഷങ്ങളിലൂടെ നടക്കുമ്പോഴും എൻ്റെ വീട്ടിൽ എനിക്ക് 0 ആണെങ്കിൽ, എനിക്ക് എൻ്റെ കുടുംബം ഇടുന്ന മാർക്ക് 0 ആണെങ്കിൽ ഒരു കാര്യവും നമ്മുടെ ഈ ഉന്നതമായ ഈ ഒരു സ്ഥാനങ്ങൾ കൊണ്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ഉപ്പ എന്ന രീതിയിൽ എനിക്ക് എൻ്റെ മക്കളോട് ചെയ്യേണ്ട ഉത്തരവാദിത്തം പൂർണ്ണമായും ഞാൻ നിറവേറ്റേണ്ടതുണ്ട്. ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ എന്ന രീതിയിൽ എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ കുടുംബത്തോട് ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരി ഈ ഒരു പുതിയ സമൂഹത്തിൽ ഞാൻ വളർത്തിയെടുക്കുന്ന എൻ്റെ ആശ്രിതരായ ജനങ്ങളിൽ ഞാൻ എങ്ങനെയെല്ലാം സമീപിക്കണമെന്നുള്ള ഒരു സാമൂഹിക ക്രമങ്ങളെ കൂടി എൻ്റെ വ്യക്തി ജീവിതങ്ങളിൽ ഞാൻ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. എൻ്റെ ഭാര്യ സമൂഹത്തിൻ്റെ ശുദ്ധമായ ഒരു കുടുംബ ജീവിതത്തിൽ നിന്ന് മാത്രമാണ് നല്ല തലയെടുപ്പുള്ള ഒരു മക്കളുണ്ടാവുക എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ കൃത്യമായി സ്നേഹത്തോടു കൂടി എനിക്ക് വളർത്തിയെടുക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയോട് കൃത്യമായി നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് മാത്രമാണ് സുന്ദരമായ ഒരു സാമൂഹിക ബോധമുള്ള, സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം അല്ലെങ്കിൽ ഒരു തലമുറകൾ അടുത്ത ഒരു സമൂഹത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ മറക്കുന്നയിടത്തെല്ലാം ഇവിടെ സമൂഹത്തിലെ ഇരുട്ടിന്റെ ശക്തികൾ നന്നായി യത്നിക്കുന്നുണ്ട്. അഥവാ ഇവിടെയെല്ലാം നന്നായി ജീവിക്കുന്നവരെ മുഴുവനും സദാചാര ഗുണ്ടായിസം, അതല്ലെങ്കിൽ അപരിഷ്കൃത സമൂഹം, 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവർ എന്ന് പറഞ്ഞ് സമൂഹത്തിലെ സാംസ്കാരിക ജീവികൾ ഒന്നടങ്കം അവരെ ബൽസിക്കുകയും അപരവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ കുടുംബം ശുദ്ധമായിരിക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും വേണ്ടതുണ്ട്. അഥവാ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കൊച്ചു പ്രായത്തിൽ തന്നെ പുതിയ മാറി വരുന്ന അധ്യാപക സഹായികളിലും മാറി വരുന്ന പാഠപുസ്തകങ്ങളിലും നിരന്തരം മതവിരുദ്ധതയും അതുപോലെ തന്നെ മതരഹിതമായ ഒരു ലിബറൽ സമൂഹവും ഇവിടെ സൃഷ്ടിക്കപ്പെടണമെന്ന് പലരും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഓർത്തു നോക്കൂ, അഥവാ മാതാപിതാക്കളെ പുതിയ KN കുഞ്ഞഹമ്മദിന്റെ ക്ലാസ് മുറികളിൽ സംഭവിക്കുന്നത് എന്ന പേരിലുള്ള ഒരു പ്രബന്ധമുണ്ട്. അധ്യാപകർക്കെല്ലാം വായിക്കണമെന്ന് നിഷ്കർഷിക്കപ്പെട്ട ഒരു പ്രബന്ധമാണത്. ആ ഒരു ക്ലാസ് റൂമുകളിൽ സംഭവിക്കുന്നത് എന്നുള്ള ഒരു പ്രബന്ധം മാത്രം മതി പുതിയ കാലത്ത് നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തും അതല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് ഈ വിദ്യാഭ്യാസ രീതികളും SCRT അടക്കമുള്ള നമ്മുടെ കരിക്കുലം അസസ്മെന്റ് ഈ മെത്തേഡുകളെല്ലാം സ്വപ്നം കാണുന്നത് ഏതൊരു സമൂഹത്തെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ മാതാപിതാക്കൾ കഴിഞ്ഞ തലമുറയിൽ നിന്ന് അവരൊരു ആനന്ദം കണ്ടെത്തിയപ്പോൾ മാത്രം ഉണ്ടായതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാവണമെന്ന് കരുതി ഒരു മാതാവും പിതാവും ഒന്നും ചെയ്തിട്ടില്ല. അവർ അവരുടെ ആനന്ദത്തിന് വഴി കണ്ടെത്തിയപ്പോൾ ഉണ്ടായ ഒരു ഫലം മാത്രമാണ്, ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ. അതുകൊണ്ട് എന്നെ സൃഷ്ടിച്ചതിനാൽ എന്നെ പരിപാലിക്കേണ്ടത് എൻ്റെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. എനിക്ക് തിരിച്ച് ഒരു ബാധ്യതയുമില്ല എന്നാണ് നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പാരൻസിന് മക്കളോട് ബാധ്യതയുണ്ട്, തിരിച്ച് മക്കൾക്ക് അങ്ങോട്ട് ബാധ്യതയില്ല. ഈ ഒന്നാണ് പുതിയ വിദ്യാഭ്യാസ രീതിയും ലിബറൽ കൺസെപ്റ്റും നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കൂട്ടുകാരെ, ഒന്നോർത്തു നോക്കുക, പാഠപുസ്തകങ്ങൾ പൂജിക്കാനുള്ള ഉരുപ്പടിയല്ല എന്നാണ് ആ പ്രബന്ധത്തിൽ പറയുന്നത്. അഥവാ പാഠപുസ്തകങ്ങളെ ബഹുമാനിക്കേണ്ടതില്ല. ബഹുമാനം, ഒരു റെസ്പെക്ട്ലെസ് സൊസൈറ്റി, ഒരു ബഹുമാനമില്ലാത്ത ഒരു സമൂഹം ഇവിടെ സൃഷ്ടിച്ചെടുക്കണമെന്ന് ഇവിടുത്തെ ഉദാരബോധത്തിന്റെ ലിബറൽ സമൂഹം നമ്മുടെ സർക്കാർ ചെലവിൽ നമ്മുടെ കലാലയങ്ങളിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പാഠപുസ്തകങ്ങൾ പൂജിക്കപ്പെടാനുള്ള ഉരുപ്പടിയല്ല, അതുപോലെ തന്നെ ക്ലാസ് റൂമുകൾ കുമ്പിടാനുള്ള ദേവാലയങ്ങളല്ല എന്ന്. അഥവാ ക്ലാസ് റൂം നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചു വളർന്നപ്പോ ആ സാർമാരോടും ടീച്ചർമാരോടുമുള്ള അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീകെ എന്ന് പാടുമ്പോൾ അതുപോലെ തന്നെ ബഷീറിനെയും അതുപോലെ തന്നെ കോവിലനെയും അതുപോലെ തന്നെ MT വാസുദേവൻ നായരെയും അങ്ങനെയുള്ള നല്ല സാമൂഹിക രംഗത്ത് അവരുടേതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ചു പോയ നല്ല നല്ല മനുഷ്യരുടെ കൃതികൾ നമ്മോട് പഠിപ്പിച്ചു തന്ന ആ ഒരു പഴയ അധ്യാപകരെ നമ്മളെല്ലാം ബഹുമാനത്തോടു കൂടിയായിരുന്നു
ആയിരുന്നു കണ്ടിരുന്നത്. എന്നാൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ അധ്യാപകരെ ബഹുമാനിക്കുകയാണെങ്കിൽ അതൊരു മഹാപാതകമാണ് എന്ന് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അഥവാ മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതില്ല, അധ്യാപകരെ ബഹുമാനിക്കേണ്ടതില്ല, പാഠപുസ്തകങ്ങളെ ബഹുമാനിക്കേണ്ടതില്ല, ഒന്നും ബഹുമാനിക്കേണ്ടതില്ല. മാത്രമല്ല സൊസൈറ്റിയെ തന്നെ ബഹുമാനിക്കേണ്ടതില്ല, സാമൂഹിക ആചാരങ്ങളെ ഒന്നും ബഹുമാനിക്കേണ്ടതില്ല. വിവാഹം എന്നത് പക്ഷികളാരും വേളി കഴിക്കാറില്ല, പക്ഷികളാരും കല്യാണം കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ മക്കളോട് മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം ഞാൻ ആരുടെ കൂടെ പങ്കുവെക്കണമെന്നത് എൻ്റെ ഇഷ്ടമാണ് എന്ന് ഈ പക്വതയില്ലാത്ത മക്കളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. മാത്രമല്ല 20 വർഷത്തോളം കഴിഞ്ഞ ജനറേഷനിലെ നിങ്ങളുടെ പിതാവ് നിങ്ങളെ വളർത്തിയെങ്കിലും ഇനി വരുന്ന വളർന്നു വരുന്ന ജനറേഷനുകളിൽ അല്ലെങ്കിൽ കമ്മിങ് ജനറേഷനുകളിൽ നിങ്ങളുടെ അപ്ഡേറ്റഡായ അങ്ങേയറ്റം സാങ്കേതിക പരിജ്ഞാനമുള്ള സാങ്കേതിക വിദ്യ അതിൻ്റെ ഹിമാലയം തൊട്ട സുന്ദരമായ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഇണകളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇല്ല എന്നാണ് നമ്മുടെ മക്കളോട് ലിബറൽ കൺസെപ്റ്റിൽ ഉദാരവൽക്കരണത്തിന്റെ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമായി നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ, തിരുവനന്തപുരത്ത് ഒരു വളരെയധികം വൈകൃതമായ ഒരു ബസ് സ്റ്റോപ്പിൽ ആ നാട്ടിലെ സാമാന്യ ജനങ്ങൾ പല വൃത്തികേടുകളും കണ്ടു മടുത്തതിനാൽ ആ ബസ് സ്റ്റോപ്പിൽ സെപ്പറേറ്റ് സൗകര്യമൊരുക്കിയപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികൾ, മുതിർന്ന ഒരു പെൺകുട്ടി മുതിർന്ന ഒരു പയ്യന്റെ മടിയിലിരുന്നപ്പോൾ ആ ഒരു ചിത്രം പങ്കുവെച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി നവോത്ഥാന കേരളം സ്വപ്നം കാണുന്നത് ഇങ്ങനെയാണ് എന്ന് പറയുന്നിടത്തേക്ക് ഞാൻ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക മേഖലകൾ അങ്ങേയറ്റം വൃത്തികേടായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കേരളത്തിലെ എണ്ണം വെച്ച ഏറ്റവും കൂടുതൽ വിപ്ലവകാരികൾ ജനിച്ചുവെന്ന് പറയപ്പെടുന്ന പല ക്യാമ്പസുകളിലും പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി തെരുവിൽ ഉയർന്നു വന്ന ഫ്ലക്സുകൾ അങ്ങേയറ്റം ഉദാര ലൈംഗികതയുടെ വൃത്തികെട്ട ചിത്രങ്ങളായിരുന്നു. അത് കണ്ടുകൊണ്ട് വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ഈ വഴിയിൽ സഞ്ചരിക്കാമെന്ന രീതിയിൽ മഹാരാജാസിന്റെയും മറ്റും മുന്നിൽ ഫ്ലക്സുകൾ വെച്ചത് നമ്മൾ കണ്ടു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കുടുംബം, മാതാപിതാക്കൾ എന്നുള്ള സമ്പ്രദായം തകർത്തെടുത്ത് മാത്രമാണ് ഈ കാമ പേക്കൂത്തുകൾക്ക് നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള മക്കളെ കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ സെക്സ് റാക്കറ്റുകളാണ് ഇത്തരം ലിബറൽ കൺസെപ്റ്റുകൾക്ക് പിന്നിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉന്നത കലാലയങ്ങളിൽ വ്യത്യസ്തങ്ങളായ ബാത്റൂമുകൾ വേണ്ട. രാജ്യം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ നാട്ടിലെ ആണും പെണ്ണും വ്യത്യസ്ത ബാത്റൂമുകളിലേക്ക് പോകുന്നതാണ് എന്ന് പറയുന്ന രീതിയിൽ, അഥവാ ജനറൽ ന്യൂട്രൽ യൂണിഫോമുകൾക്ക് പുറമെ ബാത്റൂമുകൾ വരെ നമ്മുടെയൊക്കെ കലാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഭാഗം അവരുടെ പഠനത്തിന്റെ സാഹചര്യം ഒരുക്കുന്ന ക്യാമ്പസുകളിൽ വളർന്നു വരുമ്പോൾ നമ്മുടെ മക്കളെ ഈ ഒരു നമ്മൾ നടന്നു വന്ന ഈ ഒരു സുന്ദരമായ വഴിയിൽ, ഈ ഒരു ധാർമ്മികമായ വഴിയിൽ കൃത്യമായ ഒരു ചിട്ടയോടുകൂടി നേരെയുള്ള ഒരു വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് വളർത്തേണ്ടത് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കുടുംബത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അങ്ങനെയാണ്. ചിട്ടകൾ, പ്രത്യേകിച്ചും ഇസ്ലാം സുന്ദരമായ ഒരു ജീവിത രീതി ഇവിടെ വരച്ചു വെക്കുന്നുണ്ട്. അഥവാ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടതാണ് മതങ്ങൾ, സംസ്കാരങ്ങൾ എല്ലാം. അതുകൊണ്ടാണ് ഇസ്ലാമികമായ ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് 1,24,000 അമ്പിയാക്കൾ ഇവിടെ പറഞ്ഞയച്ചത്. എന്നാൽ പ്രസംഗിക്കാനും ഉപദേശിക്കാനും ആകെ അതിനുള്ള കൽപ്പനയുള്ളത് മുർസലുകളായ 313 പേർക്ക് മാത്രമാണ്. അപ്പോൾ ഇസ്ലാം അല്ലെങ്കിൽ സുന്ദരമായ എല്ലാ ആശയങ്ങളും മാതാപിതാക്കളിൽ നിന്നാണ് മക്കൾക്ക് പഠിക്കാനുള്ളത്. ഞാൻ ഏറ്റവും അധികം മൊബൈൽ ഉപയോഗിക്കുകയും എന്നിട്ട് എൻ്റെ മോനോട് മൊബൈൽ തുടരരുത് എന്ന് പറയുന്നതിലുള്ള പുതിയ കാലത്തെ ഒരു മോശത്തരം എത്രത്തോളം അപകടകരമാണ്. അതുകൊണ്ടാണ് എല്ലാ അമ്പിയാക്കളും സാമൂഹിക സമുദ്ധാരകരായ മുഴുവൻ പ്രവാചകന്മാരും സമൂഹത്തോട് 40 വർഷത്തോളം ജീവിച്ച് സുന്ദരമായ ഒരു വഴി കാണിച്ചു കൊടുത്തിട്ട് അവരെല്ലാം ജനങ്ങളോട് പറഞ്ഞത് ലബിസ്തു ഫീക്കും സിനീൻ, ഇത്ര കാലം ഞങ്ങളുടെ ഇടയിൽ ജീവിച്ചില്ലേ, എന്തെങ്കിലുമൊക്കെ പരാതികൾ നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന്. അഥവാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏറ്റവും വളരെ നേരത്തെ കിടന്നുറങ്ങുകയും നേരത്തെ ഉണരുകയും ചെയ്യേണ്ട ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറേണ്ടതുണ്ട്. എങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ ഒരു അളവ് വരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും.
കുരിശ് യുദ്ധ സമയങ്ങളിൽ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ദിവസങ്ങളോളം യുദ്ധം ചെയ്ത് തൻ്റെ യുദ്ധങ്ങളിൽ വിജയം കാണാതായപ്പോൾ ഒരു ദിവസം അർദ്ധരാത്രിയിൽ അദ്ദേഹം തഹജ്ജുദ് നിസ്കരിച്ച ശേഷം തൻ്റെ ടെന്റുകളിലേക്ക്, സൈനിക ടെന്റുകളിലേക്ക് അദ്ദേഹം നടക്കുമ്പോൾ മിക്ക ടെന്റുകളിലും സുബഹിന്റെ മുമ്പുള്ള സമയമാണ്, ലൈറ്റ് കത്തുന്നത് കാണുന്നില്ല. അദ്ദേഹം തൻ്റെ സൈനികരെ പൂർണ്ണമായും വിളിച്ചുണർത്തിയ ശേഷം അദ്ദേഹം പറയുകയാണ്, പ്രഭാതത്തിനു മുമ്പ്, സുബഹിക്ക് മുമ്പ് ലൈറ്റ് കത്താത്ത ഒരു വീടുകളിൽ നിന്നും ബറക്കത്ത് ജനിക്കുകയില്ല, വിപ്ലവവും ജനിക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. ഇങ്ങനെ നമ്മുടെയൊക്കെ വീടുകൾ, നമ്മുടെയൊക്കെ കുടുംബങ്ങൾ നേരത്തെ ഉണർന്ന് നേരത്തെ സമൂഹത്തിന്റെ ഭാഗമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമായി മാറിയാൽ മാത്രമാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ നന്നാവുക. അൽ വലദു അലാ സിദ്ദി വാലിദൈ, മാതാപിതാക്കളുടെ രഹസ്യ ജീവിതം അനുസരിച്ചായിരിക്കും മക്കൾ ഉണ്ടാവുക എന്ന് നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യയിൽ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പൂർണ്ണമായും ചിട്ടയുള്ള ഒരു സമൂഹമായി നമ്മൾ മാറുമ്പോൾ അത് കണ്ട് വളരുന്ന വിദ്യാർത്ഥികളും അതിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ മക്കളും അതിൻ്റെ ഭാഗമായി വളരുന്നുവെന്ന് മാത്രം. അങ്ങനെ സ്വയം നന്നാവുക എന്നത് എൻ്റെ സ്വന്തം ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഭാര്യ നന്നാവണം, എൻ്റെ മക്കൾ നന്നാവണം, അവർക്കുള്ള നേരെയുള്ള ഒരു ഗൈഡ് ലൈൻ കൊടുക്കുക എന്നത് കൂടി എൻ്റെ ഉത്തരവാദിത്തമായി മാറുന്നു. അങ്ങനെ ഭാര്യയും, നിങ്ങൾ ഓർത്ത് നോക്കുക, പുതിയ കാലഘട്ടങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ മുതിർന്ന പെൺകുട്ടികൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, അവർക്കുള്ള ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓട്ട് സ്കൈലാർക്ക് അല്ലെങ്കിൽ ഓട്ട് നൈറ്റിംഗേൽ എന്ന് പറയുന്ന പി ബി ഷെല്ലിയുടെയും കിഡ്സിൻ്റെയൊക്കെ കവിതകൾ കാണാൻ കഴിയും. അതേപോലെ തന്നെ മലയാളം ഡിഗ്രിക്കൊക്കെ കവി എ അയ്യപ്പൻ്റെ തെന്നിയോടുന്ന സെക്കൻഡ് സൂചി എന്ന് പറയുന്ന ജീവചരിത്രമൊക്കെ പഠിക്കാനുണ്ട്. ഈ പി ബി ഷെല്ലിയും കിഡ്സൊക്കെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, there is no beauty hairless precise. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ എനിക്കൊരു സൗന്ദര്യവും കിട്ടാനില്ല, എനിക്കൊരു സന്തോഷവും കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം കണ്ടെത്താൻ ഞാൻ 7 മദ്യങ്ങൾ അകത്താക്കിയതിൻ്റെ ശേഷമാണ് എനിക്ക് നല്ല ഈ പ്രപഞ്ചത്തിലെ ബ്യൂട്ടി, പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഈ ഏതായാലും നമുക്കറിയാം, അഡോളസൻസ് ഏജ്, ആ ഒരു 17, 18 അല്ലെങ്കിൽ 20 മുമ്പുള്ള ആ ഒരു പ്രായം, ആ ഹോർമോൺ ഹബിന്റെ കാലഘട്ടമാണ്. അങ്ങേയറ്റം പ്രഷറുള്ള വീട്ടിൽ നിന്നും, കുടുംബങ്ങളിൽ നിന്നും, അങ്ങേയറ്റം സമൂഹത്തിൽ നിന്നും, ചങ്കുകളിൽ നിന്നും അങ്ങേയറ്റം സമ്മർദ്ദമുള്ള ഒരു കുടുംബ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളോട് നിങ്ങൾ ഇത്ര ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾക്ക് ടെൻഷൻ ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ ഉപാധി നമ്മുടെ ഈ ഇച്ചിരിയൊക്കെ വിൻറ്റേജ് എന്നൊക്കെ പറയുന്ന വിവിധങ്ങളായ മദ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഹോപ്പ്ഫുൾ അല്ലെങ്കിൽ അതിൻ്റെ ബിഗ് ഫുൾ എന്നൊക്കെ പറയുന്നുണ്ട്. അതോ അതിൻ്റെ വക്ക് വരെ നിറയെ അടിക്കുമ്പോഴാണ് ഇവിടെ സന്തോഷം ഉണ്ടാവുക എന്ന് നമ്മുടെ ആ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയ കാലഘട്ടം മാത്രമല്ല, മദ്യപന്റെ മാനിഫെസ്റ്റോ എന്ന പേരിൽ കഴിഞ്ഞ മാസങ്ങളിൽ മലയാളത്തിലെ മുഖ്യധാര ഒരു സപ്ലിമെന്റ് പുറത്തിറക്കിയിരുന്നു. അതോ ഈ നാട്ടിലെ മദ്യപന്മാർക്കൊക്കെ കുറെ പ്രയാസങ്ങളുണ്ട്, 5 സ്റ്റാർ ഹോട്ടലുകളും മറ്റുള്ള ചില ദിവസങ്ങളൊക്കെ ഇതൊക്കെ മുടങ്ങുന്നത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കേരളത്തിന്റെ സാമൂഹിക രംഗങ്ങൾ മുഴുവനും ഒരു ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിയമങ്ങളുടെയൊക്കെ ലൂപ്പ് ഹോളുകൾ, ചെറിയ ചെറിയ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലഹരി മാഫിയകൾ നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മെക്കാളേറെ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് ലഹരി മാഫിയകൾക്കാണ്. നിയമങ്ങളുടെ ലൂപ്പ് ഹോളുകൾ എന്ന് ഞാൻ ബോധപൂർവം പറഞ്ഞതാണ്. കഞ്ചാവൊക്കെ 900 ഗ്രാം വരെ കൈവശം വെക്കാൻ ചെറിയ കേസുകളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ജസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഒഴിവായി പോകുന്ന രംഗങ്ങൾ. അങ്ങനെ ആകുമ്പോൾ ഒരു ഗ്രാമം മൊത്തം കഞ്ചാവിലാക്കാനൊക്കെ ഇവിടെയൊക്കെ നിയമങ്ങൾ തന്നെ സുലഭമായി നടക്കുന്നുവെന്നർത്ഥം. പിന്നെ വിവിധങ്ങളായ വേദനാസംഹാരികളടക്കം നമ്മുടെയൊക്കെ വിവിധ ഗ്രാമങ്ങളിൽ പുതിയ പുതിയ കണക്കുകളൊക്കെ പഞ്ചായത്തുകളുടെ കീഴുകളിലൊക്കെ ലഹരി വിരുദ്ധ പഞ്ചായത്തുകൾ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഇതൊക്കെ ഗൈഡ് ലൈനായി നമുക്ക് പൂർണ്ണമായും ഈ ഒരു ലഹരിയുടെ വ്യാപനത്തെക്കുറിച്ച് നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവർക്കെല്ലാം ബോധമുണ്ട്. പക്ഷെ പ്രായോഗിക രംഗങ്ങളിൽ പലപ്പോഴും പല ലഹരി റാക്കറ്റുകളുടെ പലരെയും പിടിക്കപ്പെടുമ്പോൾ ഏതെങ്കിലുമൊക്കെ കക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ട വ്യക്തിയായിരിക്കും. അവൻ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും പാർട്ടിയുടെയും മറ്റുള്ള അവരുടെ കക്ഷി രാഷ്ട്രീയത്തിലെ സംഘങ്ങളുടെയും മുതിർന്നവർ ഫോൺ വിളിച്ച് ആ പോയതിലേറെ സ്പീഡിൽ അവൻ നാട്ടിലെത്തി ഇറങ്ങി നടക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെ നമ്മുടെ വ്യവസ്ഥിതികളൊക്കെ പലപ്പോഴും കണ്ണടച്ചിരുട്ടാക്കുമ്പോൾ നമ്മുടെ മക്കളെ
വളർത്തിയെടുക്കേണ്ട സാഹചര്യങ്ങളിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ, ഞാൻ പറഞ്ഞു സിലബസുകളുടെ ശ്രേണിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, നിരവധി അവരുടെ സിലബസുകളുടെ അപക്വത, നേരത്തെ ലിബറൽ കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ ലഹരിയെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം പഠിച്ചാൽ തന്നെ പുതിയ കാലത്തെ വിദ്യാഭ്യാസ ലെവലുകളിൽ എത്തിയവർക്ക് തന്നെ വൈകൃതമായ ജീവിതം നയിക്കാനുള്ള പ്രചോദനങ്ങളും വഴികാട്ടിയുമായി അവരുടെ സിലബസുകളും പുസ്തകങ്ങളും തന്നെ മാറുന്ന സാഹചര്യങ്ങളിൽ കണ്ണ് തുറന്നിരിക്കുന്ന ദിഷണാബോധമുള്ള രക്ഷിതാക്കളുള്ള വീടുകളിൽ നിന്ന് മാത്രമാണ്, ഉത്തരവാദിത്വ ബോധമുള്ള രക്ഷിതാക്കളുള്ള വീടുകളിൽ നിന്ന് മാത്രമാണ് വരും തലമുറകളിൽ നല്ല പക്വതയാർന്ന കുടുംബത്തിനും സമൂഹത്തിനും ബോധ്യമായ യോജ്യമായ ഒരു സമൂഹം ഉണ്ടാവുകയുള്ളൂ എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ, അങ്ങനെ എന്റെയും നിങ്ങളുടെയും മുതിർന്നു വരുന്ന പെൺകുട്ടികൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ പ്രൊജക്ട് ചെയ്യുന്ന വസ്ത്രം ധരിക്കണമെന്നത് തീരുമാനിക്കുന്നത് ഇവിടുത്തെ മാർക്കറ്റുകളാണ്. അഥവാ നമ്മുടെ പുതിയ കാലഘട്ടങ്ങളിൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ നിങ്ങൾ നോക്കൂ, അവളേതോ ഫാഷൻ പരേഡിന് പോകുന്ന പോലെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവരുടെ ശരീരം എവിടെയെല്ലാം പ്രൊജക്ട് ചെയ്യണമെന്നത് അവരുടെ ഡ്രസ്സ് ഉണ്ടാക്കിയ മാർക്കറ്റുകൾ അവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല എവിടെയെല്ലാം പെയിന്റ് അടിക്കണമെന്ന്, ഇത്ര വലിപ്പമുള്ള കണ്ണിൽ തന്നെ എത്രമാത്രം പെയിന്റുകൾ, ചുണ്ടിലുമൊക്കെ വിദ്യാർത്ഥിയായി വരുന്ന ഒരു വിദ്യാർത്ഥിയായി കലാലയത്തിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്തിനാണ് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്ന ചോദ്യം പ്രസക്തമായി കുടുംബത്തിൽ പിറന്ന ഓരോരുത്തരുടെയും നെഞ്ചത്ത് ചൂണ്ടി ചോദിക്കേണ്ട ഒരു കാര്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഈ ഒരു സമൂഹത്തിന്റെ ഭാഗമായി ഞാൻ മാറുമ്പോൾ ഈ കോസ്മെറ്റിക് കമ്പനികളുടെ, കോസ്മെറ്റിക് കുത്തകകളുടെ അടിമകൾ കൂടിയായി മാറി ഞാനും ഈ സമൂഹത്തിന്റെ ആ ഒരു ലിബറൽ സെക്ഷുവാലിറ്റിക്ക് അല്ലെങ്കിൽ ഉദാര ലൈംഗികതക്ക് എന്റെ മകൾ കൂടി പാത്രമാകേണ്ടതുണ്ട് എന്ന് ഓരോ തീരുമാനിക്കുന്ന രക്ഷിതാക്കളാണ് സ്വന്തം മക്കൾക്ക് ഇത്തരത്തിലുള്ള കോസ്മെറ്റിക് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവരെ കുറിച്ച് ഹദീസുകൾ പറയുന്നത് ദയ്യൂസ് എന്നാണ്. അഥവാ സ്വന്തം ഭാര്യയെയും മക്കളെയും മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ വേണ്ടി കൊടുക്കുന്നവരെ ദയ്യൂസ്. മറ്റുള്ളവർ നരകത്തിൽ പ്രവേശിക്കുന്നതിന്റെ 2 വർഷം മുമ്പ് അല്ലെങ്കിൽ അല്പം കാലം മുമ്പ് അവർ നരകത്തിലെത്തുമെന്ന് ഹദീസിൽ കാണുന്നുണ്ട്. അപ്പോ സമൂഹത്തിൽ സ്വന്തം മക്കളുടെ വസ്ത്ര സംസ്കാരത്തിൽ, സ്വന്തം മക്കളുടെ ജീവിത ശൈലിയിൽ, സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസ രീതിയിൽ അവർക്ക് ചിട്ട പഠിപ്പിക്കുന്നിടത്ത് ഒക്കെ ഒരു രക്ഷിതാവിനുണ്ടാവേണ്ട ബാധ്യത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പകലന്തിയോളം പണിയെടുത്ത് അവർ ഫോൺ വിളിച്ചു തരുന്ന ആ ഒരു ലിസ്റ്റിലുള്ള സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നത് കൊണ്ട് മാത്രം ഒരിക്കലും രക്ഷിതാവായി മാറുന്നില്ല. പരമാവധി കുടുംബങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന രക്ഷിതാവായി നമ്മൾ മാറണം. ഇപ്പോ പൂർണ്ണ വിദ്യാർത്ഥികൾ പരീക്ഷ ടൂറിന് പോകാത്തതിന് ആത്മഹത്യ, അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് 4 മാർക്ക് കുറഞ്ഞതിന് ആത്മഹത്യ, തന്നോട് കൂടി മത്സരത്തിലുണ്ടായിരുന്ന ചങ്കിന് തന്നെക്കാട്ടി 4 മാർക്ക് ഏറിയതിനുള്ള ആത്മഹത്യ. ഇങ്ങനെ പരസ്പരം മനസ്സുകൾ സ്റ്റെബിലിറ്റി ഇല്ലാത്ത, മനസ്സുകളിൽ ധൈര്യമില്ലാത്ത സമൂഹമാണ് സൃഷ്ടിച്ചെടുക്കുന്നത്. കാരണം അവർക്കൊക്കെ അവരെല്ലാം ഒരു പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കളെല്ലാം ഒരു പരിഗണന ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അഥവാ കുറഞ്ഞ സമയമെങ്കിലും നമ്മുടെ മക്കളോട് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കണം. താജുദ്ദീൻ സുബ്ക്കി റളിയല്ലാഹു അൻഹു, തഖിയുദ്ദീൻ സുബ്ക്കി റഹ്മത്തുള്ളാഹി അലൈഹി, ബാപ്പയും മകനും തന്റെ മകനോട് സംവദിക്കാൻ വേണ്ടി ദിവസം തന്റെ മകന് മാത്രം ദർസ് എടുത്തു കൊടുക്കാൻ വേണ്ടി ജീവിതത്തിൽ അല്പസമയം മാറ്റിവെച്ചിരുന്നു. 1 മണിക്കൂറോളം, നമ്മളിപ്പോ ഇപ്പൊ പറയുമ്പോൾ 1 മണിക്കൂറോളം സമയം തന്റെ മകന് മാത്രം ക്ലാസ് എടുത്തു കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഓമന മക്കളെ, പേരക്കുട്ടികളെ പുറത്തിരുത്തിയിട്ട് യാത്ര ചെയ്തിരുന്നു. അവരെ പുറത്ത് മുട്ടുകുത്തിയിട്ട് യാത്ര ചെയ്തിട്ട് പുറത്ത് അവരെ ഇരുത്തിക്കൊണ്ട് യാത്ര ചെയ്തിരുന്നു ഓമന മക്കളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്നിട്ട് കണ്ടുവന്നിരുന്ന സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട്, മക്കളെ നിഅമത്തിൽ മർകബു ഹാദിഹി, നിങ്ങളുടെ വാഹനം നല്ല വാഹനമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ നിഅമർ റാകിബ, അഥവാ നിങ്ങൾ യാത്രക്കാരും വളരെ സംഭവമാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ അഥവാ ജീവിതത്തിലെ 23 വർഷം കൊണ്ട് ഇത്രമാത്രം വികസനങ്ങളും വിപ്ലവങ്ങളും പോരാട്ടങ്ങളും സാമൂഹിക ക്രമങ്ങളിലെ ഒരു വിപ്ലവാത്മകമായ മാറ്റം സൃഷ്ടിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യയുമായി ഓട്ട മത്സരം നടത്താൻ സമയമുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ പുറത്തിരുത്തി കളിക്കാൻ സമയമുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ മോനെ നിന്റെ പക്ഷിക്ക് എന്തു പറ്റി
പറ്റി എന്ന് ചോദിച്ച് നാട്ടിലുള്ള കുഞ്ഞുങ്ങളുടെ എല്ലാം വ്യസന വിവരങ്ങൾ അറിയാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമയമുണ്ടായിരുന്നു. എന്നാൽ സൗകര്യങ്ങളുടെ ലോകത്ത് എല്ലാത്തിനും മെഷീനറി ലൈഫായ നമുക്ക് നമ്മുടെ മക്കളോട്, ഭാര്യയോട് ഒരു അരമണിക്കൂർ തുറന്ന് സംവദിക്കാനുള്ള സമയമില്ലാത്തതാണ് പലപ്പോഴും ഡിപ്രഷനായി, അല്ലെങ്കിൽ ഉന്മാദങ്ങളായി, പലപ്പോഴും മാനസിക അസ്വസ്ഥതകളായി നമ്മുടെ കുടുംബങ്ങൾ മാറാനുണ്ടായ കാരണം. അവിടെ ഞാനും ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, നിങ്ങൾ സ്വയം മാറാൻ സന്നദ്ധരാവാതെ ഒരിക്കലും ഒരു സാമൂഹിക മാറ്റം ഇവിടെ ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ മാറണം. നമ്മുടെ ഉത്തരവാദിത്ത ബോധങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു ബോധ്യമുള്ളവർക്ക് മാത്രമാണ് സുന്ദരമായ ഒരു കുടുംബ ജീവിതവും അതോടൊപ്പം സുന്ദരമായ ഒരു സാമൂഹിക ക്രമവും ഇവിടെ കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ പിഞ്ചു മക്കളോട് ഒത്ത്, നമ്മുടെ ടീനേജിലുള്ള കൗമാരക്കാരായ നമ്മുടെ മക്കളോടൊത്ത്, നമ്മുടെ ഭാര്യമാരോടൊത്ത്, നമ്മുടെ കുടുംബജനങ്ങളോടൊത്ത് അല്പസമയം തുറന്ന് സംവദിക്കാനുള്ള ഒരു സാമൂഹിക സാഹചര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഞാനും നിങ്ങളും ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു കുടുംബനാഥനായി മാറുന്നത്. മുൻഗാമികളെല്ലാം അഥവാ മഹനീയരായി ചരിത്രം അടയാളപ്പെടുത്തിയ മഹോന്നതരെല്ലാം അവരുടെ മാതാപിതാക്കളുടെ മടിത്തട്ടിൽ നിന്നാണ് സംസ്കാരം പഠിച്ചത്. അഥവാ ഒരു കുട്ടി അവന്റെ ഉമ്മയിൽ നിന്നാണ് അവന്റെ 80% ജീവിതചര്യകളും ചിട്ടകളും അതവും പഠിക്കുന്നത്, മര്യാദകളും പഠിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം ഒരു ഉമ്മയായി അവന് 80% ഗൈഡ് ലൈൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഉമ്മയായി, ഉപ്പയായി ഞാനും നിങ്ങളും മാറുമ്പോൾ മാത്രമാണ് നമ്മുടെ മക്കൾ നമ്മുടെ സ്വപ്നത്തിനൊത്ത് വളർന്നു വരിക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഒന്നുകൂടി പറയട്ടെ, ഇനി നമുക്ക് സമൂഹത്തോടു കൂടി അല്പം ബാധ്യതകളുണ്ട്. സമൂഹത്തോടുള്ള ബാധ്യതകൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കും. ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയോട് 6 ബാധ്യതകളുണ്ട് എന്ന്. അഥവാ ഈ ബാധ്യതകൾ സമൂഹത്തോട്, അഥവാ ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ ഞാൻ ഒന്നുമല്ലാതെയായി മാറുകയാണ്. ഞാൻ എൻ്റെ മരണത്തോടു കൂടി എൻ്റെ ജീവിതം കഴിഞ്ഞു പോയി. എന്നാൽ എനിക്ക് സമൂഹത്തിന്റെ ഭാഗമായി ഞാൻ ജീവിക്കാനിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിനോടൊത്ത് എൻ്റെ സ്മരണകളും നിറഞ്ഞു നിൽക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് SYS പുതിയ കാലത്ത് സാന്ത്വനം എന്ന പേരിൽ ഒരു പ്രമേയം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദ് അവർ 7000-ഓളം വരുന്ന സാന്ത്വന വളണ്ടിയർമാരെ നാടിനു സമർപ്പിച്ച് അവിടുന്ന് നടത്തിയ പ്രഭാഷണം നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അഥവാ ഈ ഒരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിലെ ഏറ്റവും വലിയ സുന്നത്തുകളിൽ ഒന്നായി അവിടുന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ഉമ്മത്തിന് വേണ്ട സേവനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഉമ്മത്തിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി മാത്രമാണ് ജീവിച്ചത്, ഈ സമൂഹത്തിന് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. അവിടുത്തെ മരണസമയത്ത് പോലും ഈ സമുദായത്തെ, ഈ സമൂഹത്തെ ഓർത്ത് കരഞ്ഞിരുന്നുവെന്ന് ചരിത്രകാരന്മാരെല്ലാവരും പറയുന്നുണ്ട്. അവിടുത്തെ സന്തോഷവേളയിലും സന്താപവേളയിലും എന്തിനധികം പറയുന്നു, അർദ്ധരാത്രിയിലെ നിസ്കാരത്തിൽ സുജൂദുകളിൽ പോലും ഈ ഉമ്മത്തിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ കാലത്ത് നമ്മളെല്ലാം നമ്മിലേക്ക് തന്നെ ചുരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വാർത്ഥരായ ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട്. ഞാൻ, എൻ്റെ കുടുംബം എന്നുള്ള ഒരു ചെറിയ വൃത്തത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ജീവിതക്രമങ്ങളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ അയൽവാസിയുടെ സുഖദുഃഖങ്ങൾ, ഈവൻ അവന്റെ മരണവാർത്ത പോലും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് മാത്രം അറിയേണ്ടിടത്തേക്ക് ഗൗരവകരമായ ഒരു ഗ്രഹാതുരത്വത്തിന്റെ ഭാഷയിലേക്ക് ഐസൊലേറ്റഡ് ആയ ഒരു സമൂഹമായി, ഒരു ഏകാഗ്രതമായ ഒരു സമൂഹമായി, അവൻ്റെതായ ഒരു ധ്രുവത്വത്തിൽ മാത്രം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. അവിടെ അവരന് വേണ്ടി ജീവിക്കുക, അതോ മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനധികം പറയുന്നു, തന്റെ സതീർത്ഥ്യന്റെ, തന്റെ സുഹൃത്തിന്റെ മുഖത്ത്, സുഹൃത്തിന്റെ ഹൃദയത്തിൽ സന്തോഷം കൊടുക്കുന്നത് പോലും സ്വതക്കയാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, സമൂഹത്തിലെ ഒരു വലിയ അളവ് ജനങ്ങൾ ഇന്നും മാനസികമായ
പ്രയാസങ്ങളിലാണുള്ളത്. ഒരാൾ രോഗിയാവുന്നതോടുകൂടി നമുക്കറിയാം, ഒരാൾ രോഗിയാവുന്നതോടുകൂടി 20% മാത്രമാണ് അവൻ്റെ ശാരീരിക രോഗകാരണങ്ങൾ ഉണ്ടാവുക. ബാക്കി 80% അവൻ്റെ മനസ്സിനാണ് രോഗമുണ്ടാവുക. അങ്ങനെയാകുമ്പോൾ അവൻ്റെ അടുത്ത് ചെന്ന് അവനെ സന്ദർശിക്കുകയും അവന് വേണ്ട സപ്പോർട്ടും പിന്തുണയും കൊടുക്കുമ്പോൾ ഒരു വലിയ സ്വതക്കയായി, ഒരു വലിയ ജീവിത ബാധ്യതയായി മാറുകയാണ്. അതുകൊണ്ടാണ് മരീദിനെ, രോഗിയെ സന്ദർശിക്കൽ ഇസ്ലാമിലെ ഒരു ഉത്തരവാദിത്തമായി, ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തമായി മാറുന്നത്. മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കേണ്ട മാസമാണിത്, അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന മാസമാണിത്. ബഹുമാനപ്പെട്ടവർ, ഉമ്മു അബീദയിലെ മുഴുവൻ രോഗികളുടെ അടുത്തും ആദ്യമായി ചെന്നെത്തുന്നവരിൽ പ്രഥമ സ്ഥാനീയനായിരുന്നു ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു. അഥവാ അവർ ജീവികൾ അന്തർക്ക് കൈ കൊടുക്കാൻ വേണ്ടി അന്തരുടെ വീടിന്റെ അന്തര് താമസിക്കുന്ന തെരുവിൽ പോയി ദിവസങ്ങളോളം അവരാരെങ്കിലും പുറത്തു വന്നാൽ അവരെ കൈപിടിച്ച് കാണിച്ചു കൊടുക്കണം, കൈപിടിച്ച് അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന രീതിയിൽ ദിവസങ്ങളോളം അവരുടെ വാതിലിൽ പോയി അവർ പുറത്തിറങ്ങുന്നതും കാത്ത് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു നിന്നിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ പരമാവധി അപരന് വേണ്ടി ജീവിക്കുകയും അപരന്റെ ജീവിത രംഗങ്ങളിൽ അവർക്കൊരു സാന്ത്വനമായി, കൈസ്പർശമായി, സ്നേഹമായി നമുക്ക് മാറാൻ കഴിയുമ്പോഴാണ് നമ്മളായി മാറുന്നത്, നമ്മൾ മനുഷ്യനായി മാറുന്നത്. അങ്ങനെ രോഗിയെ ഇപ്പൊ നമുക്കറിയാം, ഭാരിച്ച രോഗ ചെലവുകളും അതിലുപരി പീഡകളുമായി വീടകങ്ങളിൽ കഴിയുന്ന നിരവധി പേരുണ്ട്. അവരിൽ വൃദ്ധജനങ്ങളുണ്ട്, സാധാരണ മധ്യവയസ്കരുണ്ട്, മറ്റു ജനങ്ങളെല്ലാവരുമുണ്ട്. അവരെയെല്ലാം തേടി പിടിച്ച് ഒരു സാന്ത്വന പ്രവർത്തകനായി അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്നേഹിയായി നമ്മൾ അവരുടെ ഭാഗത്തേക്ക് കടന്നു ചെല്ലണം. അത് എന്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. അഥവാ എൻ്റെ സമയങ്ങളിൽ എൻ്റെ നിർബന്ധിതമായ ആവശ്യം കഴിഞ്ഞാലുള്ള സമയങ്ങൾ അത് മറ്റുള്ളവരുടെ അവകാശമാണ്. അത് ഞാൻ എൻ്റെ സമയങ്ങൾ മറ്റുള്ളവർക്ക് ഞാൻ സക്കാത്തായി കൊടുക്കേണ്ടതാണ്. എൻ്റെ സമയങ്ങൾ അത് അവരെ ഞാൻ കൊടുക്കുമ്പോൾ ഈ സമുദായത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളായി മാറുന്നത്, നമ്മൾ മനുഷ്യനായി മാറുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിലെത്തിയിട്ട് ഒരു ദിവസം ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് രോഗിയെ സന്ദർശിച്ചത് ആരാണ് എന്ന്. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനാണ് എന്ന്. ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്ത് പാവങ്ങൾക്ക് ശുദ്ധടക്കാൻ വേണ്ടി കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനാണ് എന്ന്. മരണപ്പെട്ടവരെ സന്ദർശിച്ചത് ആരെന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് എന്ന് പറഞ്ഞു. ഇതിലേതെങ്കിലും ഒരു കാര്യം ചെയ്താൽ തന്നെ അവർ സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ സമൂഹത്തിന്റെ ഭാഷയിൽ, സമൂഹത്തിന്റെ ഭാഗമായി നമ്മൾ മാറേണ്ടതുണ്ട്. അതുകൂടി എൻ്റെ ഉത്തരവാദിത്തമായി നമ്മൾ മാറണം. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇവിടെ ഒരു മനുഷ്യരാവണം ഏറ്റവും വലിയൊരു പ്രമേയം. അതാണ് ഈ മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് കേന്ദ്രത്തിലൊക്കെ അതല്ലെങ്കിൽ രാജ്യത്ത് നമുക്കറിയാം 40% ജനങ്ങൾ ഇന്ന് ദിവസക്കൂലിയായി ഒരു 30 രൂപ പോലും കിട്ടാനില്ലാത്ത പട്ടിണി പാവങ്ങളാണുള്ളത്. ആ പട്ടിണി പാവങ്ങൾക്ക് ദിവസം 30 രൂപ പോലും കിട്ടാനില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, കേരളത്തിൽ മാത്രമാണ് 99-100% സാക്ഷരതയുള്ളത്. മറ്റു ഗ്രാമങ്ങളിലെല്ലാം ബാലവേലയ്ക്ക് കൊച്ചുപ്രായത്തിൽ തന്നെ നിർബന്ധിതരായതിനാൽ ആവശ്യമായ പ്രായത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം കിട്ടാൻ മിക്ക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വഴിയില്ല എന്നാണ് പഠനങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ രാജ്യത്തിന്റെ പാർലമെന്റിൽ പുതിയതായി ഉണ്ടാകുന്ന നിയമങ്ങൾ എന്തെല്ലാമാണ്? ഒരു സമുദായത്തെ പൂർണ്ണമായും അടിച്ചൊതുക്കുന്ന തരത്തിലുള്ള നിയമങ്ങളാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ബഹുഭാര്യാത്വ നിയമങ്ങൾ. ബഹുഭാര്യാത്വമൊക്കെ ഇന്ത്യയിൽ 0.01% മാത്രമാണ്. അഥവാ 1,00,000 ആളുകളിൽ 1,00,000 ആളുകളിൽ ഒരാള് മാത്രമാണ് അത്തരത്തിലുള്ള ബഹുഭാര്യാത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെയൊക്കെ പാർലമെന്റിൽ നിയമം കൊണ്ടുവരുന്നത് അതിനാണ്. മുത്തലാഖ് 0.01%, അഥവാ സമുദായത്തിനുള്ളിൽ തന്നെ ആരോ നടത്തിയാലായി അത്രമാത്രമാണുള്ളത്. എന്നാൽ 40% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പട്ടിണി പാവങ്ങൾക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഒരു നിയമം കൊണ്ടുവരാൻ നമ്മുടെ പാർലമെന്റിൽ നേരമില്ല. ഇനിയിപ്പോൾ വഖഫ് ബോർഡ് നിർത്തലാക്കിയാൽ ഭരണാധികാരികൾക്ക് സമാധാനവും. രാജ്യം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ പള്ളികൾക്ക് സ്വത്തുള്ളതാണ്, വഖഫ് ബോർഡിന് സ്വത്തുള്ളതാണ് എന്ന് അങ്ങനെ വർഗീയമായി ഹിന്ദുവിനെ ഹിന്ദുവായി മാത്രം ചിന്തിപ്പിക്കുക, മുസ്ലിമിനെ മുസ്ലിമായി മാത്രം ചിന്തിപ്പിക്കുക, എന്നിട്ട് പരസ്പരം
അവർക്കിടയിൽ തല്ലുകൂടിച്ച് അവയുടെ രക്തത്തിൽ നിന്നുണ്ടാകുന്ന വോട്ടുകൾ കൊണ്ട് ഞാൻ എന്നും ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായി തുടരണമെന്ന് ഈ ഫാഷിസ്റ്റുകൾ സ്വപ്നം കാണുന്നിടത്ത് എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. എൻ്റെ കുടുംബം, എൻ്റെ സമൂഹം ഈ സുന്ദരമായ മതനിരപേക്ഷ ബോധത്തോടുകൂടി ജനാധിപത്യ ബോധത്തോടുകൂടി നാളെ കൂടി നിലനിന്നാൽ മാത്രമാണ് എനിക്കും നിങ്ങൾക്കും ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുക എന്ന് ഞാനും നിങ്ങളും സ്വപ്നം കാണേണ്ടതുണ്ട്. അതുകൂടി എൻ്റെ ഉത്തരവാദിത്തമായി ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വർഗീയ സംഘടനകൾ, വർഗീയ സംഘർഷങ്ങളുള്ള ഇടത്ത് ഒരാളും സ്വസ്ഥമായി കിടന്നുറങ്ങാറില്ല. കഴിഞ്ഞ ദിവസം ഹിന്ദു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂസ് ബ്യൂറോ ഏജൻസിയാണ് ദി ഹിന്ദു എന്ന് പറയുന്ന പത്രം. ആ ഹിന്ദുവിൽ ആസാമിലെ ഒരു കൊച്ചു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അഥവാ ഒരു ഭൂരിപക്ഷ സമുദായം തിങ്ങിത്താമസിക്കുന്ന ഒരു ഗ്രാമത്തിലൂടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു അന്യദേശക്കാരൻ യാത്ര പോകുമ്പോൾ ഒരു ചെറിയ അപകടത്തിൽപ്പെട്ട് അവരെല്ലാവരും റോട്ടിൽ വീണപ്പോ രക്തം വാർന്ന് അരമണിക്കൂറിലേറെ ഒരാൾ അങ്ങോട്ട് എത്തി നോക്കാത്തതിനാൽ ആ 3 ആളുകളിൽ ഒരാൾ രക്തം വാർന്നു മരിച്ചു. കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ ടൂറിസ്റ്റുകളിൽ 3 പേരും ഇവരുടെ മതസ്ഥരല്ലത്രേ. ആ ഒരു പ്രദേശത്തെ ഭൂരിപക്ഷ മതസ്ഥരുടെ ഭാഗമല്ലാത്തതിനാലാണത്രേ. ഹിന്ദു, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള ഒരു പത്രം, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അപകടകരമായ ഭാവി ഉത്തരേന്ത്യയിൽ അത്തരമൊരു സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ ഒരു മതനിരപേക്ഷ സമൂഹത്തിന്റെ ഈ വിളക്ക് കെടാതെ സൂക്ഷിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഉത്തരവാദിത്വ ബോധമുള്ളവരായി, മതനിരപേക്ഷ ബോധമുള്ളവരായി, മതേതരത്വ ബോധമുള്ളവരായ ഒരു സമൂഹമായി നമ്മൾ മാറേണ്ടത്. നമ്മുടെ കേരളത്തിലും അതിന്റെ വിഷപ്പുകകൾ അല്പമൊക്കെ കുമിഞ്ഞു കത്തുന്നുണ്ട് എന്നതാണ് സമീപകാല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. പലപ്പോഴും വർഗീയത വിഷയമായി മാറി. വർഗീയത ഹിന്ദുവിനെ ഹിന്ദുവായി കാണാനും മുസ്ലിമിനെ മുസ്ലിമായി കാണാനും അങ്ങനെ പരസ്പരം ചേരിതിരിവുണ്ടാക്കി അവർക്കിടയിൽ രക്തം കുടിക്കുന്ന ചെന്നായികളുടെ ഭാഷയിൽ ചിലർ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ കൂട്ടുകാരെ, ഇവിടെ നമ്മൾ ഈ ഒരു മതനിരപേക്ഷ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്തം നിറവേറ്റേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ, കുടുംബത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ, സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ, ഇങ്ങനെ നമ്മൾ നമ്മുടേതായ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സമൂഹമായി മാറുമ്പോൾ അവിടെ മതപരമായ ഉത്തരവാദിത്തമുണ്ട്, വിദ്യാഭ്യാസം കൊടുക്കുക എന്നത്. സാമൂഹികമായ ഉത്തരവാദിത്തമുണ്ട്, ബോധം കൊടുക്കുക. അതോടൊപ്പം സാക്ഷരതയും മറ്റുള്ള കാലാനുസൃതമായ വിദ്യാഭ്യാസവും പരിജ്ഞാനവും കൊടുക്കുക എന്നുള്ളത്. അതോടൊപ്പം ഈ സമൂഹത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഓർത്തു നോക്കൂ, നമ്മുടെയൊക്കെ കക്ഷി രാഷ്ട്രീയക്കാരുടെ നിലപാടുകൾ തീർത്തും നാട്ടിലൊരു റോഡ് നിർമ്മിക്കുക, ഒരു പാലം നിർമ്മിക്കുക എന്നതിനപ്പുറത്തേക്ക് അവരുടെ ചിന്തകളോ അവരുടെ ചക്രവാളങ്ങളോ വികസിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ നമ്മുടെ മക്കൾ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഞാൻ നേരത്തെ ലഹരിയുടെ വ്യാപനത്തിൽ ഇവർ ഉപയോഗിക്കുന്ന ലൂപ്പ് ഹോളുകളെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമ്മുടെയൊക്കെ ഭക്ഷണങ്ങളിൽ നിരന്തരം കേരളത്തിലെ കിഡ്നി രോഗികളുടെ ശതമാനം നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെന്ത്? നമുക്കറിയാം, ശരീരത്തിൽ നിന്ന് ഒഴിവാകുന്ന വിസർജ്യ വസ്തുക്കൾ പരിശോധിക്കാനും അവയെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താനും ഇവിടെ മുഴുവൻ ലാബുകളുണ്ട്. എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലെ മായങ്ങൾ, അവയെക്കുറിച്ച് പഠിക്കാൻ ഇവിടെ കൃത്യമായ സംവിധാനങ്ങൾ ആക്റ്റീവായി ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് തീർത്തും വളരെയധികം നിരോധിതമായ പല ഭക്ഷ്യ മാലിന്യങ്ങളും ഇവിടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നും മായങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നും ഇവർ നമ്മേക്കാൾ ഏറ്റവും കൂടുതൽ അറിയുന്നവരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ. പക്ഷേ ഇവിടെ രോഗിയാകുക എന്നുള്ളത് ഒരു പൊതുജനങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടുക, ഇത്തരം ഭക്ഷ്യമായങ്ങൾ വലിയ കുത്തകകളാൽ നിർമ്മിക്കുന്നതിനാൽ അവരെ കാണുമ്പോൾ കണ്ണു ചിമ്മുന്ന കൊക്കു നയങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന്റെ ഇരുട്ടിന്റെ ശക്തികളോട്, ലഹരി മാഫിയകളോട്, ഭക്ഷണത്തിലുള്ള മായങ്ങൾ നടത്തുന്ന മാഫിയകളോട്, വർഗീയ രാഷ്ട്രീയക്കാരോട്, കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ മനസ്സുകളിൽ മതിലുകൾ പണിയുന്നവരോട്
അവരോടൊക്കെ ഒരു സമര ഭാഷയോടുകൂടി ഇടപെടുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ള ആ ഒരു ഉത്തരവാദിത്ത ബോധത്തിന്റെ ഭാഷയും ഭാവവുമാണ് ഈ ഗ്രാമ സമ്മേളനത്തിലൂടെ SYS ഈ കേരളത്തിലെ മുഴുവൻ തെരുവുകളിലും ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. അതുകൊണ്ട് തന്നെ SYSന്റെ 70-ാം വാർഷികത്തിൽ ഈ നമുക്കറിയാം മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ വേണ്ടി മാനവിക സന്ദേശം ഉയർത്തിക്കൊണ്ട് ഈ ആശയങ്ങളെ എല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഈ പ്രസ്ഥാനത്തിന്റെ സാരഥികൾ നടത്തുന്ന മാനവ സഞ്ചാരങ്ങളുണ്ട്. തെരുവുകളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ തുറന്ന് സംസാരിച്ചിരുന്ന തെരുവിലെ ചായക്കടകൾ, ബാർബർ ഷോപ്പുകൾ എല്ലാം നഷ്ടപ്പെട്ടു. പകരം എല്ലാവരും ഗോയിങ് ഹെഡ്സ് അല്ലെങ്കിൽ ഹാങ്ങിങ് ഹെഡ്സ്, കുമിഞ്ഞ തല കുനിഞ്ഞ ഒരു സമൂഹമായി മൊബൈൽ സ്ക്രീനുകളിൽ അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ പരസ്പരം മനസ്സുകൾക്കിടയിലുള്ള തുറന്നു വെച്ച ജനലുകൾ നമ്മൾ പരസ്പരം തുറന്നു കൊടുക്കുകയും എല്ലാവരെയും ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊള്ളുകയും എല്ലാവരും മുസ്ലിം അവരുടെ വിശ്വാസത്തോടു കൂടി ജീവിക്കുക, ഹിന്ദു അവരുടെ വിശ്വാസത്തോടു കൂടി ജീവിക്കുക, ക്രിസ്ത്യൻ അവരുടെ വിശ്വാസത്തോടു കൂടി ജീവിക്കുക. ആചാരങ്ങളിലെ പങ്കുവെക്കലുകളല്ല സൗഹൃദം എന്ന് പറയുന്നത്. ഓരോരുത്തരും യോജിക്കാൻ കഴിയുന്ന പരമാവധി ഇടങ്ങളിൽ പരമാവധി നമ്മുടെ മുൻഗാമികൾ യോജിച്ചതുപോലെ നല്ല രീതിയിൽ യോജിച്ച് മുന്നോട്ട് പോവുകയും അതെല്ലാം അങ്ങനെ നമുക്ക് കിട്ടിയ ഈ സുന്ദരമായ സംസ്കാരം, ഈ സുന്ദരമായ കേരളീയ സംസ്കാരം എൻ്റെ മകന് കൂടി എൻ്റെ മകൾക്ക് കൂടി അടുത്തൊരു തലമുറക്ക് കൂടി എനിക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കണമെന്നുള്ള ഒരു പ്രതിജ്ഞാബദ്ധമായ ഒരു ഉത്തരവാദിത്ത ബോധമാണ് ഈ ഒരു മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയമായി SYSന് ഈ തെരുവിൽ പറയാനുള്ളത് എന്നുണർത്തി ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.